ഹലോ ഡിയേഴ്സ്, 8ാം ക്ലാസ്സിൽ നമ്മുടെ എക്സാമിൽ എപ്പോഴും ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മുഴുവൻ നിങ്ങളങ്ങ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കാം. അപ്പോൾ നിങ്ങൾ റെഡിയാണോ? 8ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ചോദ്യങ്ങൾ ഇനി നിങ്ങളോട് മറന്നു പോകില്ല. സോ നമുക്ക് വേഗം എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം ഏത് ചാപ്റ്ററാണ്? ദ ഏർലി ഹ്യൂമൻ ലൈഫ്, ആദ്യകാല മനുഷ്യ ജീവിതം. ഇതിൽ നമുക്കറിയാം, നമ്മൾ പല ക്ലാസ്സുകളിലും പല സെഷനിലും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ സ്റ്റോൺ ഏജ് ശിലായുഗത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സ്റ്റോൺ ഏജിനെ മൂന്നാക്കി തരംതിരിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പാലിയോലിത്തിക് പ്രാചീന ശിലായുഗം, മെസ്സോലിത്തിക് മധ്യശിലായുഗം ആൻഡ് നിയോലിത്തിക് നവീന ശിലായുഗം. ഇത് 3 കാലഘട്ടവും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്: There are several pieces of evidence for the technological advancement of Paleolithic men. List them. പ്രാചീന ശിലായുഗത്തിൽ മനുഷ്യന്മാർ സാങ്കേതിക വിദ്യയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ മാറ്റങ്ങൾ? അതിൽ ആ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പറയാം ടെക്നോളജി എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, AI, അതൊക്കെ പുതിയ ടെക്നോളജിയാണ്. അന്നത്തെ പാലിയോലിത്തിക് ഏജിലെ ടെക്നോളജി വെച്ചാൽ 2 കല്ല് കൂട്ടി ഉരസിയാൽ തീ ഉണ്ടാവുന്നു. അത് അവരുടെ ടെക്നോളജിയാണ്. ഓക്കെ, കല്ലുകൾ ഇങ്ങനെ ചെത്തിമിനുക്കി മൂർച്ച കൂട്ടിയാൽ അത് അവരുടെ പുതിയ ടെക്നോളജിയാണ്. മാറ്റമുണ്ട്. അപ്പോൾ അവരെന്തൊക്കെയാണ് അന്നത്തെ പാലിയോലിത്തിക് ഏജിൽ അല്ലെങ്കിൽ പ്രാചീന ശിലായുഗത്തിൽ വന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, എന്തൊക്കെ പുതിയ മാറ്റങ്ങൾ, സാങ്കേതിക വിദ്യയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു ചോദിച്ചാൽ, സ്റ്റോൺ സ്റ്റാച്യൂസ് വേർ മെയ്ഡ്, കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ ഉണ്ടാക്കി. പോയിന്റ് നമ്പർ 1. Pictures were drawn on the bones and horns of the animal on cave and rock. മൃഗങ്ങളുടെ എല്ലുകളിൽ, കൊമ്പുകളിൽ, ഗുഹകളിലും പാറകളിലൊക്കെ എന്ത് ചെയ്തു? ചിത്രങ്ങൾ വരച്ചു. രണ്ടാമത്തെ പുതിയ ടെക്നോളജി. 3. Human figures were molded from clay. കളിമണ്ണിൽ നിന്നും കളിമണ്ണ് കൊണ്ട് മനുഷ്യന്റെ രൂപം ഉണ്ടാക്കി. 3 കാര്യം പഠിച്ചു. ഓക്കെ, ഒരു പോയിന്റ് കൂടി പറയാം, ബാക്കി വേണമെങ്കിൽ അധിക പോയിന്റ് പഠിക്കാം. Ornaments of ivory, bones, stones and shells were made. ആനക്കൊമ്പ്, എല്ല്, കല്ല്, ചിപ്പി ഇവ കൊണ്ട് എന്ത് ചെയ്തു? ആഭരണങ്ങൾ നിർമ്മിച്ചു. ഇതാണ് 3 പ്രധാനപ്പെട്ട പോയിന്റ് പഠിച്ചിരിക്കണം. അപ്പോൾ 3 അല്ല 4 പോയിന്റ് പഠിച്ചു അല്ലേ? ഇതുകൊണ്ട് അവർ ആഭരണങ്ങൾ ഉണ്ടാക്കി. ബാക്കി 2 പോയിന്റുകൾ കൂടുതൽ പഠിച്ചു വെക്കുക. മിനിമം ഒരു 4 പോയിന്റ് എങ്കിലും പഠിക്കാം. ഓക്കെ, ഇത് പാലിയോലിത്തിക് പ്രാചീന ശിലായുഗത്തിലുണ്ടായ മാറ്റങ്ങളാണ്. പാലിയോലിത്തിക് ഏജിൽ അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജ് പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് തെളിവ് ലഭിച്ച സ്ഥലങ്ങൾ: ബിംബേഡ്ക, മധ്യപ്രദേശ്. നർമ്മദ വാലി, അതെവിടെയാണ്? നർമ്മദ തൈവര, മധ്യപ്രദേശാണ്. നാഗാർജുനകൊണ്ട, അത് ആന്ധ്രാപ്രദേശിലാണ്. ഹംസ്കി എവിടെയാ? ഇറ്റ്സ് ഇൻ കർണാടക. കർണൂൽ കേവ്സ് അഥവാ കർണൂൽ ഗുഹകൾ എവിടെയാ? അത് ആന്ധ്രാപ്രദേശിലാണ്. ഇത് എന്ത് ചെയ്തിരിക്കണം? ഒന്ന് അറിഞ്ഞിരിക്കണം. ഇനി ഐഡന്റിഫൈ ദ പ്രോഗ്രസ് ഇൻ ഹ്യൂമൻ ലൈഫ് ഡ്യൂറിങ് ദ മെസോലിത്തിക് ഏജ്. മധ്യശിലായുഗത്തിൽ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തൊക്കെ എഴുതി വെക്കും? നോക്കിയേ നിങ്ങൾ, മെസോലിത്തിക് മധ്യശിലായുഗം, മനുഷ്യന്മാർ ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ച കാലം. ബിഗാൻ സെറ്റിൽഡ് ലൈഫ്, ഒരു സ്ഥലത്ത് സ്ഥിരതാമസം ആരംഭിച്ചു. വാസ് ഏബിൾ ടു ഹണ്ട് ആനിമൽസ് ഫ്രം അഫാർ, ദൂരെ നിന്നും മൃഗങ്ങളെ വേട്ടയാടാൻ സാധിച്ചു. കാരണം കുറച്ചുകൂടി ചെറിയ ആയുധങ്ങൾ അവർ ഉപയോഗിച്ചത്. ബോസ് ആൻഡ് ആരോസ് were used for hunting, വേട്ടയാടാൻ വേണ്ടി അമ്പും വില്ലും ഉപയോഗിച്ചു. ഡൊമസ്റ്റിക്കേറ്റഡ് ഡോഗ്സ്, നായയെ ഇണക്കി വളർത്തി. ബിഗാൻസ് ടു എക്സ്ചേഞ്ച് ഫുഡ്, ടൂൾസ്, ഓർണമെന്റ്സ് എക്സെട്ര, ഉപകരണങ്ങൾ, ആഭരണങ്ങൾ, ഭക്ഷണം തുടങ്ങിയവ പരസ്പരം കൈമാറ്റം ചെയ്യാൻ തുടങ്ങിയത് മെസോലിത്തിക് ഏജിലാണ്. ലോക്സ് were tied together and used for navigation, മരത്തടികൾ കൂട്ടിക്കെട്ടിയിട്ട് യാത്രക്ക് വേണ്ടി ഉപയോഗിച്ചതും അവർ മെസോലിത്തിക് മധ്യശിലായുഗത്തിലാണ്. റൈറ്റ് ഡൗൺ ദ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഇൻ നിയോലിത്തിക് ഏജ്, നവീന ശിലായുഗത്തിലെ സാങ്കേതിക വിദ്യകൾ. ഇവിടെ ഒരു കാര്യം നമ്മൾ പറയണം, മെസോലിത്തിക് ഏജ് അഥവാ മധ്യശിലായുഗത്തെക്കുറിച്ച് തെളിവ് കിട്ടിയ 2 സ്ഥലങ്ങളുണ്ട്. അതിലൊരു സ്ഥലത്തിന്റെ പേര് ബഗോർ, രാജസ്ഥാൻ. 2 ആദംഗഡ് അഥവാ മധ്യപ്രദേശിലാണ്. ആ 2 കാര്യവും പഠിക്കാം. ഇനി നിയോലിത്തിക് ഏജിൽ വന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റം. നിയോലിത്തിക് ഏജ് നവീന ശിലായുഗത്തിൽ ഏതൊക്കെയാണ്? ഷാർപ്പൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് were used, മുനയുള്ളതും മിനുസപ്പെടുത്തിയതുമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു. പോയിന്റ് നമ്പർ 1. 2. വുഡൻ ഹാൻഡിൽഡ് സ്റ്റോൺ ആക്സസ് ആൻഡ് സിക്കിൾസ് were used, എന്ന് വെച്ചാൽ തടിയുടെ പിടിയിട്ട കൽക്കോടാലി, കല്ലുകൊണ്ടുള്ള അരിവാളും അവർ ഉപയോഗിച്ചു. 3. മെയ്ഡ് പോട്ട്സ് ഓഫ് ക്ലേ, എന്ത് ചെയ്തു എന്നാ പറയുന്നത്? കളിമണ്ണ് കൊണ്ട് മൺപാത്രങ്ങൾ നിർമ്മിച്ചു. വുഡൻ വീൽസ് were used for മേക്കിംഗ് പോട്ടറി, മൺപാത്രങ്ങൾ നിർമ്മിക്കാൻ ചക്രങ്ങൾ ഉപയോഗിച്ചു.
റാഫ്റ്റ് വെയർ യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. എന്ത് ചെയ്തു എന്നാ പറയുന്നത്? ചങ്ങാടകൾ മരങ്ങൾ കൂട്ടിക്കെട്ടിയിട്ട് തടികൾ കൂട്ടിക്കെട്ടിയിട്ട് ജലത്തിൽ യാത്രക്ക് വേണ്ടി അവർ ഉപയോഗിച്ചു. ആ പോയിന്റ് പഠിക്കുക. ഇതിലൊരു 4 പോയിന്റെങ്കിലും അല്ലെങ്കിൽ 5 പോയിന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു 4 പോയിന്റെങ്കിലും പഠിക്കുക. ഇനി എക്സ്ട്രാ പഠിക്കണമെങ്കിൽ ഈ 4 പോയിന്റുകളൂടെ പഠിച്ചു വെക്കുക. ഏറ്റവും ചുരുങ്ങിയത് നിയോലിത്തിക്കിലെ ടെക്നോളജി സാങ്കേതിക വിദ്യയിൽ ഉണ്ടായ ഒരു 5 മാറ്റം അല്ലെങ്കിൽ ഒരു 4 മാറ്റമെങ്കിലും പഠിച്ചു വെക്കുക. റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് നിയോലിത്തിക് ഏജ്. നവീന ശിലായുഗത്തിലുണ്ടായ അതിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് ചോദിച്ചാൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്? പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്, മിനുസപ്പെടുത്തിയ മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു. ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ, ആദ്യമായിട്ട് കൃഷി ആരംഭിച്ചിട്ടുണ്ട്. ദ ചേഞ്ച് ഫ്രം ഫുഡ് ഗ്യാദറിംഗ് ടു ഫുഡ് പ്രൊഡക്ഷൻ, അതുവരെ കായ്കനികൾ ശേഖരിച്ച സ്ഥലത്ത് നിന്നും കൃഷി ആരംഭിച്ചിട്ടുണ്ട്. സെറ്റിൽ ഡൗൺ ഇൻ ദ റിവർ വാലീസ്, അല്ലെ, നദീതീരങ്ങളിൽ സ്ഥിരതാമസം ആരംഭിച്ചിട്ടുണ്ട്. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, അല്ലെ, എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളെ ഇണക്കി വളർത്തിയിട്ടുണ്ട്. ഇൻവെൻഷൻ ഓഫ് വീൽസ്, ചക്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിയോലിത്തിക് ഏജിലുള്ള മാറ്റം. 2 വലിയ മാറ്റങ്ങൾ: ഒന്ന് കൃഷി ആരംഭിച്ചു, 2 മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി. നിയോലിത്തിക് അഥവാ നവീന ശിലായുഗത്തെക്കുറിച്ച് തെളിവ് ലഭിച്ച സ്ഥലമാണ് ഇടയ്ക്കൽ കേവ്, ജാർമോ, അല്ലെ, സ്വിറ്റ്സർലാൻഡ് ലേക്ക് വില്ലേജ്, തടാക ഗ്രാമങ്ങൾ, നാഗാർജുനകൊണ്ട, ഉറ്റ്നൂർ, തക്കലക്കോട്ട, ഹംസ്കി, ഹല്ലൂർ, ബ്രഹ്മഗിരി, പയ്യാമ്പള്ളി, എടക്കല, അല്ലെ, ഈ സ്ഥലങ്ങളൊക്കെ അതിൽ പ്രധാനപ്പെട്ട നിയോലിത്തിക് ഏജിനെ കുറിച്ച് തെളിവ് ലഭിച്ച സ്ഥലമാണ്. ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, വൈ ഈസ് മെസോലിത്തിക് ഏജ് ഈസ് നോൺ ആസ് മൈക്രോലിത്തിക് ഏജ്? മധ്യശിലായുഗം സൂക്ഷ്മശിലായുഗം എന്നറിയപ്പെടാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ട് മധ്യശിലായുഗം സൂക്ഷ്മശിലായുഗം എന്ന് വിളിക്കാൻ കാരണം? ദേ യൂസ്ഡ് സ്മോൾ സ്റ്റോൺ ടൂൾസ്, അവർ ചെറിയ കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചതാണ്, അല്ലേ. ആൻഡ് ദേ ഹാവ് ഷാർപ്പ് പോയിന്റ്സ്, അതിന് നല്ല സൂക്ഷ്മ, അല്ലെ, മൂർച്ചയേറിയ ആയുധങ്ങളായിരുന്നു എന്നൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. മധ്യശിലായുഗത്തെക്കുറിച്ച് തെളിവ് ലഭിച്ച സ്ഥലമാണ് ഏതൊക്കെ? ബഗോർ, രാജസ്ഥാൻ, ആൻഡ് മധ്യപ്രദേശിലെ ആഥംഘട്ട്. ചിലപ്പോൾ നമ്മളോട് ചോദിക്കും, റൈറ്റ് എ നോട്ട് അബൌട്ട് ലേക്ക് വില്ലേജസ് ഇൻ സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡിലെ തടാക ഗ്രാമങ്ങളെ കുറിച്ച് ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും അതൊന്നത്തെ അവരുടെ സാങ്കേതിക വിദ്യ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എക്സാമ്പിൾ ആണ്. ആൻഡ് അവരെന്ത് ചെയ്തിട്ടുണ്ട്? തടാകങ്ങൾ, ഒരു ലേക്കിന് നടുക്ക് അവർ മരമൊക്കെ കുത്തി അതിൻ്റെ മുകളിൽ എന്തുണ്ടാക്കിയിട്ടുണ്ട്? ഒരു വില്ലേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കണം. ഈ പോയിന്റ് കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ചാൽകോലിത്തിക് ഏജ് എന്ന് വെച്ചാൽ താമ്രശിലായുഗത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇറ്റ്സ് എ ട്രാൻസിഷൻ പീരീഡ് ഫ്രം സ്റ്റോൺ ഏജ് ടു ദ മെറ്റൽ ഏജ് എന്ന് വെച്ചാൽ ശിലായുഗത്തിൽ നിന്നും ലോഹയുഗത്തിലേക്ക്. എന്ന് വെച്ചാൽ മനുഷ്യൻ കല്ലുകൊണ്ടുള്ള ആയുധങ്ങളെ കൂടെ തന്നെ എന്തും ഉപയോഗിച്ച കാലമാണ്? നമ്മുടെ ലോഹം അഥവാ മെറ്റൽസ് ഉപയോഗിച്ച കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ചാൽകോലിത്തിക് ഏജ് അല്ലെങ്കിൽ കാൽകോലിത്തിക് ഏജ് അല്ലെങ്കിൽ താമ്രശിലായുഗം. കല്ലിൻ്റെ ആയുധം ഉപയോഗിച്ചു, അതിൻ്റെ കൂടെ തന്നെ മെറ്റൽസ്, ലോഹവും ഉപയോഗിച്ചു. ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. നമുക്ക് വീണ്ടും കാണാം. ഇതുപോലുള്ള, അല്ലെ, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. സോ നമുക്ക് താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കാണാം. ബൈ 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 ബൈ.